നീ എടി തള്ളച്ചി നീ നിന്റെ DP ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കടിച്ച തള്ളയല്ലേടി. എല്ലാവർക്കും നമസ്കാരം. രേണു സുധിയുമായി ഇപ്പൊ ഡെയിലി വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസം ഓരോ വിഷയങ്ങളാണ് ഇവർ കൊണ്ടിടുന്നത്. ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി വിളിക്കുന്നത് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടില്ലെന്നല്ല, ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് മല്ലു ഫാമിലിയിലെ സുജിൻ എന്നെ പച്ചത്തെറി വിളിച്ച് എന്റെ അമ്മയ്ക്കടക്കം വിളിച്ച് അവൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തിരിച്ചും ആ രീതിയിൽ വിളിച്ചില്ലെങ്കിലും തെറി വാക്കുകൾ ഉപയോഗിക്കാതെ ഞാൻ ഒരു തെറി പറഞ്ഞ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഈ രേണു സുധി ഇപ്പൊ പറയുന്ന പോലത്തെ രീതിയിൽ. പിന്നെ ഞാൻ പേഴ്സണലി അത് റിഗ്രറ്റ് ചെയ്തു. കാരണം അവനോടുള്ള ദേഷ്യത്തിന് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്ത് പല വീഡിയോസിലും ഞാൻ അത് പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു അപ്പോളജി പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി യോജിപ്പില്ലായിരുന്നു. അതുപോലെ തന്നെ സൈക്കോ കള്ളൻ എന്ന് പറയുന്ന ഒരു കണ്ണാപ്പി, അവനെതിരെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അവൻ എന്നെ വന്നിരുന്ന് പച്ചയ്ക്ക് തെറി വിളിച്ച്, തന്തയ്ക്കും തള്ളക്കടക്കം പച്ച തെറി അവൻ എന്നെ വന്നിരുന്ന് വിളിച്ച്. ഞാൻ മാന്യമായിട്ട് ഒരു റിപ്ലൈ വീഡിയോ ഇൻസ്റ്റയിലിട്ട്. പക്ഷെ എന്റെ മാന്യത കൊണ്ടിട്ട് ഇൻബോക്സിൽ പോയിട്ട് അവന്റെ തന്തയ്ക്ക് നല്ല വെടിപ്പായിട്ട് ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി രീതിയിൽ. അതിനുശേഷം അവൻ എന്തൊക്കെയോ എനിക്ക് അയച്ച് ഞാൻ ഒന്നും കേൾക്കാൻ നിന്നില്ല. ഓഫ് കോഴ്സ് തെറിയായിരിക്കും, അതുകൊണ്ട് കേൾക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് ആരെടുത്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ഇൻബോക്സിൽ പോയി ഞാൻ വിളിക്കില്ലെന്ന് ഞാൻ പറയത്തുമില്ല, ഞാൻ വിളിക്കുകയും ചെയ്യും. എന്നാൽ മറിച്ച് ഞാൻ ഒരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. കാരണം പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ വിളിക്കാത്തതിന്റെ കാരണം ആ വീഡിയോ കാണുന്നത് ഞാനും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും മാത്രമല്ല, വേറെയും ജനങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യവും നമുക്ക് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഞാനിപ്പോ എനിക്ക് വരുന്ന തെറി കമന്റിന് പോലും തെറി റിപ്ലൈ ഞാൻ കൊടുക്കാത്തതിന്റെ റീസൺ വേറൊന്നുമല്ല. എനിക്ക് ഇഷ്ടം പോലെ തെറി കമന്റ്സ് വരാറുണ്ട്. ഞാൻ തെറി റിപ്ലൈ കൊടുക്കാത്തത് എന്തിനാണ്? ആ കമന്റ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ വേറെ ആൾക്കാർ നോക്കുമ്പോൾ ഞാനും അതേ പച്ചത്തെറി വിളിച്ചിരിക്കണം, അല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനും ഈ വിളിച്ച വ്യക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അങ്ങനെ തെറിയും കാര്യങ്ങളൊന്നും വിളിക്കാതെ ഒതുങ്ങിപ്പോകുന്നത്. എന്നാൽ ഇൻബോക്സിൽ പോയിട്ട് എന്റെ ഫ്രസ്ട്രേഷൻ തീരുന്നവരെ വിളിക്കും. ഇടയ്ക്ക് ഒരു ദിവസം ഈ കണ്ണാപ്പി സൈക്കോ കള്ളന്റെ ഇടപാടും കൂട്ടിക്കൊണ്ടുവരുത്ത എന്റെ അടുത്തൊന്നും പച്ചത്തെറി വിളിച്ചിട്ടുണ്ട്. ഞാൻ പച്ച പടപടാന്ന് വിളിച്ചിട്ടുണ്ട്. അവന്റെ അമ്മയുടെ കാലത്തിന് അവൻ വിളിക്കത്തില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ അത്യാവശ്യം എനിക്കും ഫ്രസ്ട്രേഷൻ വന്ന് ഞാൻ വിളിക്കും. പക്ഷെ ലൈവിലും അല്ലാതെ ഇനി വീഡിയോയിലും വന്നിരുന്ന് തെറി വിളിക്കാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കാറ്. രേണു സുധി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവില് രേണു ഇരുന്നിട്ട് വരുന്ന കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നു. അത്യാവശ്യം ഷൗട്ട് ഔട്ട് ചെയ്തും അത്യാവശ്യം ഓടാ ഈ ഒരു സെറ്റപ്പിൽ ഒരു രീതിയിൽ ഒരു തെറി രീതിയിലോട്ട് രേണു മാറി നിന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീരാനായിരിക്കും നിങ്ങൾ വിളിച്ചത്, നിങ്ങളെ തെറ്റല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ കുട്ടിയുണ്ട്, ഒരു കുഞ്ഞു കുട്ടി. അത് നിങ്ങളുടെ മോനാണെന്നാണ് തോന്നുന്നത്. ആ പയ്യൻ കൂടെയുണ്ട്. നിങ്ങൾ വിളിക്കുന്നതും ചെയ്യുന്നതും തെറ്റാണ്. ആ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ അടുത്തുള്ളപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. എന്നെ ഒരുത്ത തെറി വിളിച്ച് ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ തിരിച്ച് വിളിക്കത്തില്ല. അവൻ എന്ത് തെറി വിളിച്ചാലും. കാരണം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല, എനിക്ക് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്തോ രേണു ഈ പറഞ്ഞ വാക്കുകളിൽ എവിടേക്കോ ചെറിയ മിസ്റ്റേക്ക് തോന്നി. പക്ഷെ ചിരിക്കാനുള്ള വകുപ്പ് ആ ലൈവിലുണ്ടായിരുന്നു, കണ്ടു നോക്കാം. ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ പോലീസുകാരന്റെ പ്രൊഫൈൽ വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് പൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ഈ ഒരു സാധനം അത്ര വെടിപ്പായിട്ടുള്ള വർത്തമാനമല്ല. അതുപോലെ രേണു ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആ കുട്ടിയും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇപ്പൊ രേണു തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ആ കുട്ടിക്ക് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ സ്വന്തം കുട്ടിയാണെന്ന് തോന്നുന്നു, ആ കുട്ടിക്ക് അടക്കം നിങ്ങൾ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആ മകൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ക്വാളിറ്റിയുള്ള വാക്കാണ് ആ മകനെ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. രേണുവിന് ഇപ്പൊ പറ്റിയത് തെറ്റാണ്, ഇതിനി ആവർത്തിക്കാതെ ഇരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൽബം പൊളിച്ചു. താങ്ക് യു ഗോപിക. നീ പൊടി ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ? മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിച്ച
പോടാ. നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. ആ ബോധ്യം അങ്ങോട്ട് ഉണ്ടായിരുന്നാ മതി. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം, എന്റെയും സംസ്കാരം അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയും, തെറി വിളിക്കുന്ന വലിയ അഭിമാനമായിട്ടൊന്നും ആരും കൊണ്ട് നടക്കരുത്. വന്നിരുന്ന ഒരു ലൈവില് വീഡിയോയിലൊരു തെറി വിളിച്ചു കഴിഞ്ഞാൽ കുറെ പേര് കൈയടിക്കും, മാസാണ്, സൂപ്പറാണ്, കിടിലുമാണ്, നിങ്ങൾ വേറെ ലെവലാണെന്ന്. ആ കൈയടി അങ്ങ് വേണ്ടെന്ന് വെക്കുക. പ്രത്യേകിച്ച് രേണു ഇവിടെ ഇരുന്ന് ഓരോന്ന് പറയുമ്പോൾ പോടി വാടി വാടി കോടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ആ കുട്ടി കേൾക്കുകയാണ്. ആ ഒരു ബോധം വേണം. പ്രത്യേകിച്ച് നാളെ അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ടീച്ചർ എന്തെങ്കിലും അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് നീ ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് ആ ഒരു സാധനം, ആ ഒരു പവർ, ആ ഒരു ഇഞ്ചക്ഷൻ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിൻ്റെ അടുത്ത് നിന്നായിരിക്കും. അല്ലെ, നിങ്ങളുടെ ലൈവിൽ വന്നിട്ട് നിങ്ങളെ തെറി പറയുന്നവരെ ഓടി വാടി കോടി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആ കുട്ടിയെ നാളെ ടീച്ചർ അടിക്കാനോ വഴക്ക് പറയാനോ പിടിക്കുന്ന സമയത്ത് അവൻ തിരിച്ച് നീ ഓടി ഇങ്ങനെ പറയും. അതുകൊണ്ട് ചിന്തിക്കണം. കുട്ടികളെ അടുത്തിരുത്തിയെങ്കിലും ഇത്തരം സാധനങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ വലിയ നന്മമരമെന്നാ, ലോകം കണ്ട ഏറ്റവും വലിയ കിടിലൊന്ന നന്മമരമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെക്കാളും 10 ഇരട്ടി 100 ഇരട്ടി തെറി വിളിക്കാൻ എനിക്ക് അറിയാം. പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്ത് നിർത്തണം. ഞാൻ എന്നെ തെറി വിളിക്കുന്നവർ ഇൻബോക്സിൽ പോയി ഇപ്പോൾ വിളിച്ചാണ് എൻ്റെ ശീലം. അതവിടെ ആകുമ്പോൾ ഞാനും ആ വ്യക്തി മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത്. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ, എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. കണ്ട ആ കൊച്ചു പയ്യൻ അവിടെ നിന്ന് ആ ഒരു സാധനങ്ങളൊക്കെയാണ് കേട്ട് നിൽക്കുന്നത്. നാളെ അവൻ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറയുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇതുപോലത്തെ രീതിയിൽ തന്നെ പെരുമാറും. അതുപോലെ വളർന്നു വരുമ്പോൾ തായും പോവും ഇമ്മ ഇക്കറൊക്കെ ഇട്ട് വിളിക്കുന്ന ഒരു ലെവലിലോട്ട് അവൻ പോവും. എന്തിനാണ്? നമ്മളെപ്പോഴും മക്കളെ സേഫായിട്ട് വളർത്താൻ ശ്രമിക്കുക. പാരന്റിങ് എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് നല്ലതായിരിക്കണം. മക്കളുടെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, ഇത്തരം രീതികളിൽ പ്രവർത്തിക്കാതിരിക്കുക മാക്സിമം. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി വേണം ശ്രമിക്കാൻ. കാരണം നാളത്തെ തലമുറ വാർത്തെടുക്കേണ്ടതും വളർത്തിയെടുക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഒന്നാമതെ ഇന്നത്തെ പിള്ളേർ തലതിരിഞ്ഞ് പോകുന്ന മിക്ക കാരണം പാരന്റിങ് ശരിയല്ലാത്തത് കൊണ്ടാണ്. പാരന്റ്സിന് പൈസ ഉണ്ടാക്കുന്ന തിടുക്കത്തിൽ പിള്ളേരുടെ ഭാവിയെ സേഫാക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതിനിടയ്ക്ക് പിള്ളേരെ നേരെ ചോ നോക്കാതെ പിള്ളേർ വഴിതെറ്റി പോകുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പിള്ളേരെ ഇതുപോലെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും റോങ് ആയിട്ടുള്ള വേർഡ്സും പഠിപ്പിച്ച് വിടാതിരിക്കുക. പ്രത്യേകിച്ച് സ്കൂളിൽ കുട്ടികളായിട്ട് പോകുന്ന സമയത്ത് ഇവർ സ്ഥലവും കാലവും ആളും തരവും നോക്കാതെ കയറി ഈ രീതിയിൽ പെരുമാറിക്കളയും. അത് നമ്മൾ ആദ്യം ബോധ്യത്തോടെ ചിന്തിക്കണം. ഇപ്പൊ സ്കൂളിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ രീതിയിലായിരിക്കും ടീച്ചറിനോട് പ്രതികരിക്കുന്നത്. അവനറിയത്തില്ല. അവൻ നോക്കിയപ്പോൾ അമ്മ ലൈവില് അമ്മയെ കുറ്റം പറഞ്ഞ എല്ലാവരെയും അമ്മ വന്നിരുന്ന് ഇതുപോലെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അവനെ കുറ്റം പറയുന്ന ടീച്ചറിന് ഇതുപോലെ തിരിച്ച് റിപ്ലൈ കൊടുക്കും. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ രീതിയിലൊന്നും പെരുമാറാതിരിക്കാൻ ശ്രമിക്കണം. ചെയ്യണം. എല്ലാത്തിലും നിങ്ങൾ ആ കുറ്റം കണ്ട് പിടിക്കുന്നതല്ല, പക്ഷെ ഇത് ഭയങ്കര റോങ് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? മുതുക്കനാണല്ലോ. മുതുക്കൻ എന്നെ കയറി സോറി എന്ന് വിളിക്കും, ചേച്ചി എന്ന് വിളിക്കുന്നു. ഓ, രേണുവിന്റെ പരാതി അതാണ്, മുതുക്കൻ കയറി ചേച്ചി എന്ന് വിളിച്ചത്. എന്തു പാടാ ഇതൊക്കെ. കോമഡിയാണല്ലോ രേണു നിന്റെ അവസ്ഥ. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചി എന്ന് വിളിക്കുന്നത്. ഏതാ മുതുക്കൻ? നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. മുതുക്ക തെറി മുന്നേ വിളിച്ചിട്ട് എന്തുവാ രേണു? ഒരുത്തം വന്നിട്ട് മാന്യമായിട്ട് ചേച്ചി എന്ന് വിളിച്ചതാണോ വലിയ പ്രശ്നം? ഞാൻ കാറ്ററിങ്ങിനൊക്കെ ഇടയ്ക്ക് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് ചിലപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ വന്ന് നിൽക്കും. ഞാൻ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് കൊച്ചു പിള്ളേർ വന്നിട്ട് എന്നെ മാമാന്നാണ് വിളിക്കുന്നത്. അപ്പോഴേ ഞാൻ ഇങ്ങനെ ഉള്ളിൽ ചിരിക്കാറുണ്ട്. എന്തുവാണ് ഞാൻ അതിനു മുമ്പ് മാമനായോ എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് വരുമായിരുന്നു. അതൊക്കെ ഒരു കാലം. തെറി വിളിച്ചാൽ എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ എന്റെ ലൈവിൽ വരാതെ. പോടാ. എടി അന്നസുതി കൊറേ പയറുമണിയുടെ ഡി പി ഇടാതെ നീ ഒരു തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കടിച്ച തള്ളയല്ലേടി. രേണു, നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നീ ഇതെന്തുവാ പറയുന്നത്? ആ കൊച്ചിനെ എടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെയൊന്നും ഷൗട്ട് ചെയ്യല്ലേ. കുറച്ച് വിവരത്തോടെയും ബോധത്തോടെയൊക്കെ പെരുമാറാൻ ശ്രമിക്കും. ഇത് പള്ളിക്കടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംസാരമാണ് ഒരു കുട്ടിയും പിടിച്ച് അടുത്തെടുത്തിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നന്മവരൊന്നല്ല എന്നും വെച്ചിട്ട് ഇതൊക്കെ എന്തുവാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാകും. ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം പിടിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്.
അപ്പൊ ഇനി 5-8 വർഷം ഇതൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് പോവാൻ നോക്കൂ, സേഫ് ആവൂ എന്നേ എനിക്ക് പറയാനുള്ള. ആശംസകൾ, മംഗളാശംസകൾ. പെട്ടെന്ന് നടക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കന്നന്തിരികളും ബുദ്ധിമോശവും വിവരം ഇല്ലായ്മയൊക്കെ ഇരുന്ന് കാണിച്ചു കൂട്ടാണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ നോക്ക്. പ്രത്യേകിച്ച് കുട്ടികളെന്നും പിടിച്ച് അടുത്തിരുത്തി എന്തുവരെയാണോ കുറച്ച് ബോധത്തോടെയൊക്കെ പെരുമാറും. ഇങ്ങനെ ബോധമില്ലാതെ ഒന്നും മനുഷ്യരാവാൻ പാടില്ല. ഞാനിത് എന്താ പറയുന്നത്, എന്ന് നോക്കിയാൽ ഇവളെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ, നല്ലതൊന്നും കാണുന്നതുമില്ല. പക്ഷെ എന്ത് പറയാൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? എനിക്ക് പേഴ്സണലി അതൊരു നെഗറ്റീവായിട്ടാണ് രേണുവിൽ തോന്നിയിട്ടുള്ളത്. ഇത്രയും ദിവസം ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നെഗറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.